ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ്. അപ്പോൾ ഗൗതം എവിടെയോ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളെ സ്പ്രേ ഒക്കെ അടിക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഇതിനെന്താ ഒരു മദ്യത്തിൻ്റെ മണം വരുന്നത്? മദ്യം കൊണ്ടാണോ ഇനിയിപ്പോൾ സ്പ്രേ ഉണ്ടാക്കുന്നത് എന്നൊരു സംശയം. എന്നാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അഖില അങ്ങോട്ടേക്ക് വരുന്നത്. മുഖത്തൊക്കെ ഫേഷ്യലൊക്കെ ഇട്ടാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ട ഗൗതം തിരിഞ്ഞു നോക്കുകയും ഇങ്ങനെ കണ്ടപ്പോഴത്തേനും പേടിച്ചു പോയി. എടി എന്ന് വിളിച്ചു. എടീന്ന് വിളിക്കണ്ട, ഇത് ഞാനാ. ആളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നീ? മുഖത്ത് എന്തൊക്കെയോ കൂന്തൽ വാങ്ങിച്ച് തേച്ച് വെച്ചിരിക്കുക. പേടിച്ചല്ലേ? പിന്നെ പേടിക്കാതെ ഈ കൊളുത്തി പിന്നെ നിന്നെ കണ്ടാൽ പിന്നെ ആരാ പേടിക്കാത്തത്? ഇതേ കഴുകിയിട്ട് വന്നാൽ പോരായിരുന്നോ? എന്തിനാ നീ എൻ്റെ മുന്നിലേക്ക് വന്ന് ചാടിയത്? അപ്പം പോയി കഴുകിയിട്ട് വാടി. അതെ, കഴുകാൻ ടൈമായില്ല. അപ്പം അതെ മുഖത്തിങ്ങനെ തൊട്ട് നോക്കുക. അമ്മ ദോശക്കരച്ച് വെച്ച മാവല്ലേ ഇനിയിപ്പോൾ ഈ മുഖത്തെടുത്ത് വെച്ച് തേച്ചിരിക്കുന്നത്? അതെ, അമ്മയോടെങ്ങാനും പറഞ്ഞാൽ അമ്മ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റും. പിന്നെ ഷേപ്പ് മാറ്റണമെങ്കിൽ വന്നാൽ മതി. അതെ, മുഖ സൗന്ദര്യം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. കാക്ക എത്ര കുളിച്ചാലും കൊക്കാവില്ലടി. ഞാനേ കാക്കയല്ല, കൊക്കാണ്, കൊക്ക്. സന്ധ്യ ആയില്ല, അതിന് മുന്നേ തുടങ്ങി മൂക്കറ്റ മോന്താൻ. അനാവശ്യം പറയരുത്, ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷെ മണം അടിക്കുന്നുണ്ടല്ലോ. എന്നോട് വെറുതെ കള്ളം പറയല്ലേ. ഇത് ബോഡി സ്പ്രേയുടെ മണമാ. ബോഡി സ്പ്രേയുടെ മണമാണ് പോലും. എന്തൊരു കഷ്ടാ. ജോലിക്കേ പോണില്ല. എവിടെ നിന്നാണാവോ കുടിക്കാൻ ഇത്രയധികം കാശ് കിട്ടണത്? ആരും കാണാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി തെണ്ടുന്നുണ്ടോ? എടി എന്തൊരു നാറ്റുവാ. കൂതറ സാധനം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നാറ്റടിക്കുമ്പോൾ തലയ്ക്ക് പെരുപ്പ് പിടിക്കുക. ഇനി എങ്ങാനും കുടിച്ചിട്ട് ഈ മുറിയിൽ വന്നാലുണ്ടല്ലോ മകനെ, നിന്നെ ഞാൻ പിടിച്ച് വെളിയിലിറക്കും. പിന്നെ പറഞ്ഞില്ലേ നിന്നോട് ബോഡി സ്പ്രേയുടെ മണം വന്ന്? കൂടുതൽ സംസാരിച്ചാണ്ടല്ലോ നിന്നെ പിടിച്ച് ഞാൻ വെളിയിലെറിയും. ഇതേ മര്യാദയ്ക്ക് പോയി മുഖം കഴുകടി. ആളെ പേടിപ്പിക്കാൻ നടക്കുന്നു. കഴുകാൻ ടൈം ആയില്ലെന്ന് പറഞ്ഞില്ലേ കള്ളുകൂടിയ? ആരും കാണാതെ തെണ്ടി കള്ളു കുടിക്കുന്നവനെ നിർത്തി. കള്ളുകൂടിയ നിന്റെ പറഞ്ഞാൽ കൂടി പോ. ആരും കാണാതെ പോകുന്നതേ ഞാനല്ല, നീയാ. നീ ഏത് വീട്ടിലാണ് ഇന്ന് പോയത് എന്നോട് പറയാതെ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അതെന്തിനാ നിന്നോട് പറയണത്? പറയണം. നീ എവിടെ പോന്നെങ്കിലും എന്നോട് പറഞ്ഞിരിക്കണം. പറയാതെ പുറത്തിറങ്ങിയ നിന്റെ ഈ മൂക്കുണ്ടല്ലോ അത് ഞാൻ പിഴുതെടുക്കും എന്ന് പറഞ്ഞ് അഖിലയുടെ മൂക്കിന് കയറി പിടിച്ചു കേട്ടോ. അപ്പം എന്നിട്ട് ഗൗതം നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി. എൻ്റെ പൊന്നോ, എൻ്റെ മൂക്ക്. ഇവനിങ്ങ് വരട്ടെ, ഇനി അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത് ഇവൻ എങ്ങനെ അറിഞ്ഞോ? ആരായിരിക്കും പറഞ്ഞിരിക്കുക? ഒരു പിടുത്തവും ഇല്ലല്ലോ. എൻ്റെ മൂക്ക് എള്ളുണ്ട പോലെയാണല്ലോ. കഷ്ടം തന്നെ. അപ്പോൾ അഖില ഫേഷ്യലൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മീനു ടീച്ചറിനെയാണ്. അപ്പോൾ മീനു ഇതേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ബോക്സൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ബോക്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെ ആയിട്ട് മീനു ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഖില അങ്ങോട്ടേക്ക് വരുന്നത്. അഖില, നീ അവരുടെ നോട്ട് ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പം ഇതേ നോട്ട് അഖില മിസ്സിനെ കാണിച്ചേ. അപ്പോൾ അഖില മിസ്സും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. ഈ സമയത്ത് അപ്പുറത്തിരുന്നൊരു കുട്ടി അപ്പോൾ വേഗം തന്നെ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് മിസ്സേ എന്ന് വിളിച്ചു. എന്താടാ? എന്താ കാര്യം? എന്താ നിനക്ക് വീണ്ടും ബാത്റൂമിൽ പോണം മിസ്. ഇതിപ്പോൾ നീ ഇന്നിവിടെ വന്നതിന് എത്രാമത്തെ തവണയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് മിസ്, 4ാമത്തെ തവണ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം അവിടെ ചിരിക്കുകയാണ്. ചിരിക്കാതെ. എന്താ മോൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, വെള്ളം കുടിക്കുന്നതുകൊണ്ടാ മിസ്. അർജൻറ്റായിട്ട് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ വൃത്തികേടാകും എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എന്തിനാ ചിരിക്കണത്? ശരി, പെട്ടെന്ന് പോയിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ പഠിത്തം തുടർന്നു. അപ്പോൾ ബുക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അഖിലയും മീനും നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റിട്ട് മിസ് എന്ന് വിളിച്ചു. എന്താടാ, നിനക്കും പോണോ? അവിടെ ഇരിടാ, നിൻ്റെ ഒരു നമ്പർ എന്ന് പറഞ്ഞ് മീനും അടുത്ത ആളെ വിട്ടില്ല. അവനും അവിടെ ഇരുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രഭയും കാഞ്ചനയും ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിപ്പാണ്. അതെ, ക്ലാസ് വിടാറായി. ഇന്നും ഈ മുടക്കാനായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അഖില നമുക്ക് മുന്നിൽ നിന്ന് കാശെണ്ണും. നീ അവിടെ നോക്കിയിരുന്നോ? അപ്പോഴാണ് ഈ ബാത്റൂമിൽ പോയ ആൾ അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോണത്. അപ്പോൾ കാഞ്ചന, ഡാ ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ടേക്ക് വിളിച്ചു. നീ എവിടെ പോയതാടാ എന്ന് ചോദിച്ചു. എന്താ ചേച്ചി? അതോ ഞാൻ ബാത്റൂമിൽ പോയതാ. ഓഹോ
അപ്പം നീയാണല്ലേ ആ സൈഡിലുള്ള ബാത്റൂമിൽ കൂടെ കൂടെ പോണത്. അവിടെ പരിസരത്ത് പോകാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഫ്ലഷ് ചെയ്തൂടാടാ. ഇനി നീ ബാത്റൂമിൽ പോയാൽ തലയ്ക്ക് നല്ല കിഴുക്ക് തരും ഞാൻ. പോന്നില്ല, ഇവിടെ ഒഴിക്കാം. എടാ തർക്കോത്തരം പറയല്ലേ, നല്ല വീക്ക് വെച്ച് തരും എന്ന് പറഞ്ഞു കാഞ്ചന. അതെ നീ ഇങ്ങ് വന്നേ. എന്താ? അതെ നീ ദാമോദരേട്ടൻ്റെ കടയിൽ ചെന്നിട്ടേ ഒരു 10 കോഴിമുട്ട വാങ്ങിയിട്ട് വാ. ഈ രാത്രിയോ? നട്ടപ്പാതിരൊന്നും ആയില്ലല്ലോ, കട അടച്ചിട്ടില്ല, നീ പെട്ടെന്ന് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒന്നും അറിയാതെ പ്രഭ നോക്കുക. കട ഇവിടെ അടുത്തല്ലേ, നിനക്ക് മിഠായിയും വാങ്ങിച്ചോ. ദാ പിന്നെ ഇവിടുത്തെ ബാത്റൂമിൽ നീ എത്ര തവണ വേണമെങ്കിലും പൊയ്ക്കോ, ഒരു പ്രശ്നമില്ല, ഞാൻ ഫ്ലഷ് ചെയ്തോളാന്നേ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, എന്നാൽ കാശ് താ എന്ന് പറഞ്ഞു. അപ്പോൾ കാശ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. 10 കോഴിമുട്ടയല്ലേ, വേഗം ചെല്ല. അപ്പോൾ ഇതേണ്ട ഇവൻ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ പ്രഭയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ചോദിക്കുകയാണ്, എടി നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് കടയിൽ പോയിക്കൂടായിരുന്നോ? അവനെ എന്തിനാ പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചു. എന്താ കുട്ടിയെ പറഞ്ഞു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് എന്തറിയാം, ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനാമേ. ദേ ട്യൂഷൻ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കൾ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന സമയമായത്, അതമ്മയ്ക്കറിയില്ലേ? ആ സമയത്ത് ഇപ്പം കടയിൽ പോയ ചെറുക്കൻ്റെ അമ്മയും വരും. ട്യൂഷന് വന്ന അവനെ കടയിൽ പറഞ്ഞു വിട്ടു എന്നറിഞ്ഞാൽ ആ അമ്മയ്ക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? ആ വരും തീർച്ചയായിട്ടും. അപ്പോൾ അവൾ എന്ത് ചെയ്യും? അതെ ഇവിടുത്തെ ട്യൂഷൻ ഇനി എൻ്റെ മോളെ വിടുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെയും കൂട്ടിക്കൊണ്ട് പോകും. അതോടെ കുട്ടികളെ ഇനി ട്യൂഷന് വിടില്ല, അതോടെ അവരുടെ ട്യൂഷൻ ക്ലാസ് ഇന്നത്തോടെ നിർത്തും എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടാളും. കൊള്ളാം, എവിടുന്നാടി നിനക്ക് ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ കിട്ടണത്? അതൊക്കെയുണ്ട്. അതെ സൂപ്പറായിട്ടുണ്ട് നിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കേട്ടോ. അതെത്താനെ വരുന്നതാ, കണ്ണ് വയ്ക്കല്ലേ അമ്മേ, എന്താ ഇത് എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം. അപ്പം വേണ്ട കുറേ നേരമായിട്ട് മീനുവും അഖിലയും ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല. അപ്പം മീനു എഴുന്നേറ്റിട്ട്, അല്ല ആ ബാത്റൂമിൽ പോയി കുട്ടി വന്നില്ലല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ അഖില എന്ന് പറഞ്ഞ് മീനു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ കാഞ്ചനയും പ്രഭയും ഉമ്മർത്തിറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കുട്ടിയുടെ അമ്മ വരുന്നതും കാത്ത്. അമ്മേ ദേ നമ്മൾ കടയിൽ പറഞ്ഞു വിട്ട ആ പയ്യൻ്റെ അമ്മയാണ് ദേ വരണത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഉമ്മറത്തേക്ക് കയറി വരികയാണ്. നല്ല സമയത്ത് തന്നെയാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കയറി വന്നുകൊണ്ടേ തന്നെ, ആ എന്താ സ്നേഹ ചേച്ചി, മോനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് അവൻ മുട്ടയും വാങ്ങിക്കൊണ്ട് ദേ കയറി വരുന്നത്. അമ്മ വന്ന് പുറകെ തന്നെ. അപ്പം ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നു നേരെ കാഞ്ചനയെ കൊടുത്തു. ദേ കോഴിമുട്ട ഇന്നാന്ന് പറഞ്ഞു. ബാക്കി പൈസ ഇന്നാ. ആ അല്ല എടാ മിഥുനെ, നീ ഇതെവിടെ പോയതാ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ഞെട്ടി ഇവർ. നിന്നോട് ഞാൻ ചോദിച്ച കേട്ടില്ലേ, മുട്ട മേടിക്കാൻ പോയതാമ്മേ, ഇവർ പറഞ്ഞു വിട്ടതാ എന്നെ എന്ന് പറഞ്ഞു. നീ ട്യൂഷനാണോ വരുന്നത് അതോ ഇവിടുത്തെ വീട്ടു ജോലി ചെയ്യാനാണോ വരുന്നത്? ഇവർ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടുന്നില്ല. ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ, ട്യൂഷൻ ക്ലാസ്സിൽ വിട്ട കുട്ടിയെ നിങ്ങളെന്തിനാ കടയിൽ പറഞ്ഞു വിട്ടത്? നിങ്ങളെന്തിനാ ഞങ്ങളുടെ മെക്കിട്ട് കയറുന്നത്? ഞങ്ങളൊരാവശ്യം പറഞ്ഞു, ഇവനതനുസരിച്ചു, അത് സ്വാഭാവികം. പക്ഷെ അപ്പോഴേക്കാണ് മീനുവും അതുപോലെ തന്നെ അഖിലയും ഇറങ്ങി വരുന്നത്. ഇവൻ്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ 2 ടീച്ചർമാർക്കല്ലേ, ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്തു വിട്ട അവരോട് പോയി ചോദിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം മീനും അഖിലയും വന്നു. മിഥുൻ നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. കടയിലായിരുന്നു, ഇവിടത്തേക്ക് കോഴിമുട്ട വാങ്ങാനായിട്ടേ ഇവനെ പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞു മിഥുൻ്റെ അമ്മ. അപ്പോഴേക്കും ഞെട്ടിപ്പോയി. മാസം 1000 രൂപ ട്യൂഷൻ ഫീസായി എണ്ണി വാങ്ങുന്നില്ലേ? ക്ലാസ് എടുക്കണം, അല്ലാണ്ട് വീട്ടു ജോലി ചെയ്യിക്കല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചനയും പ്രഭയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിഥുൻ ഞാൻ പറഞ്ഞു നിന്നോട് കടയിൽ പോകാൻ, നീ ആര് പറഞ്ഞിട്ടാ ഈ കടയിൽ പോയത്? കാഞ്ചന ചേച്ചി പറഞ്ഞിട്ടാ പോയത് എന്ന് പറഞ്ഞു. ചേച്ചി എന്തൊക്കെ കാണിക്കണത്? എന്തിനാ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് 2 പേർക്കും ആ കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അവർ പറയുമ്പോൾ നിങ്ങൾ വിടാൻ പാടില്ലായിരുന്നു. അതാ നിങ്ങൾ ചെയ്യേണ്ടത് ടീച്ചേഴ്സായിട്ട്. ഇവർ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ബാത്റൂമിൽ പോകണം എന്ന് ഇവൻ പറഞ്ഞപ്പോൾ ഇവനെ വിട്ടതാണ്, അല്ലാതെ കടയിൽ പോയത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞില്ല, ഇതെല്ലാവരോടും ചേർന്ന ഒരു ഒത്തുകളി തന്നെയാണ് നടക്കുന്നത്. ഞാൻ കൃത്യസമയത്ത് വന്നതുകൊണ്ട് കടയിൽ പറഞ്ഞു വിട്ട കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിലോ ട്യൂഷന് വരുന്ന കുട്ടികളെ കൊണ്ട് നിങ്ങളെ ഇവിടുത്തെ വീട്ടിലെ എന്തൊക്കെ ജോലികൾ ചെയ്യിക്കുന്നുണ്ടാവും? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഇത് എന്താണെങ്കിലും പറയുന്നൊന്ന് മനസ്സിലാക്കുക. അപ്പം മീനവും ഇവരുമായിട്ട് സംസാരിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കേട്ട് കാഞ്ചനയും പ്രഭയും ഭയങ്കര സന്തോഷത്തിലായി. അവസാനം മിഥുനെ നീ പോയി ബാഗ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അമ്മ. അയ്യോ അപ്പോൾ ഇവരുടെ കൈവിട്ടു പോയി എന്ന് മനസ്സിലായി.
ചേച്ചി ഇനി ശ്രദ്ധിച്ചോളാം, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. നിങ്ങളെനിക്ക് വിശ്വാസമില്ല. ട്യൂഷന് വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഇനി ഞാൻ ഇവനെ എവിടേക്ക് വിടില്ല. അയ്യോ അങ്ങനെ പറയില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. വേണ്ട. അപ്പോഴേക്കും വേറെ 2 കുട്ടികളുടെ അമ്മമാരോട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ എന്താ സ്നേഹപ്രശ്നം എന്ന് ചോദിച്ചു. എന്ത് പറയാനാ, എൻ്റെ മോനെ ഇവർ കടയിൽ പറഞ്ഞു വിട്ടു. ട്യൂഷൻ എടുക്കല്ല ചെയ്യണത്, കുട്ടികളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുക. അത് ശരി, നിങ്ങളും കുട്ടികളെ വിളിച്ചിട്ട് വാ, ഇവിടെ ഇനി ട്യൂഷൻ വിടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ചെന്ന് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോഴത്തേനും ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. എല്ലാ രക്ഷിതാക്കളോടും ഞാൻ ഈ കാര്യം പറയും, ഇനി ഒരു കുട്ടി പോലും ഇങ്ങോട്ടേക്ക് വരില്ല. അയ്യോ പ്രഭഭാവം, ഭയങ്കര സഹതാപം. സംഭവിച്ചത് എന്താന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, വാ മിഥുനെ എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് ഇവരെല്ലാവരും അമ്മമാരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോട്ടോ. ടീച്ചർമാരാണത്രേ, കഷ്ടം തന്നെ എന്ന് പറഞ്ഞ ഒരു പരിഹാസത്തിൽ കുട്ടികളെയും കൂട്ടി ഇവരെല്ലാവരോടെ ഇറങ്ങി അങ്ങ് പോയിട്ടോ. അപ്പോൾ ആകെ സങ്കടമായി മീനുവിനും അഖിലേക്കും. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് വിഷമിച്ച്. അപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ, നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ. 3 കുട്ടികൾ പോയി, ബാക്കിയുള്ളവരും പോവും. ട്യൂഷൻ ക്ലാസ് പൂട്ടിപ്പോവല്ലോ അമ്മേ, എന്ത് ചെയ്യുമല്ലേ അമ്മേ, കഷ്ടമായി പോവല്ലോ. അപ്പോൾ അഖില ഇങ്ങനെ നിൽക്കണം. പൂട്ടാതെ എന്ത് ചെയ്യും, കുട്ടികളില്ലാണ്ട് ഈ തറയെ നോക്കി ക്ലാസ് എടുക്കാൻ പറ്റുമോ? എന്താ ശരിയല്ലേ ടീച്ചർമാരെ? മോളെ നീ ഇങ്ങ് പോരെ മോളെ എന്ന് പറഞ്ഞ് പ്രഭാവതി നമ്മുടെ കാഞ്ചനയും വിളിച്ചകത്തേക്ക് പോയി. എന്തൊരു കഷ്ടമായി, ഇവരെ കൊണ്ട് മഹാശല്യമായല്ലോ ചേച്ചി, ഇവർക്ക് ഞാനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും, വിട്ട് കളഞ്ഞേരെ എന്ന് മീനു ഇങ്ങനെ പറഞ്ഞു. ഇല്ല, ഞാൻ വിട്ട് കളയില്ല, ഇതിനുള്ള പണി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ മീനു വിഷമിച്ച് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അർജുൻ അവിടെ ഇരുന്ന് എന്തോ ബുക്ക് വായിക്കുകയാണ്. ആഹാ, ട്യൂഷൻ കഴിഞ്ഞോ? ഇന്നെന്താ നേരത്തെ കുട്ടികളൊക്കെ പോയോ? ആ പോയി, അവരുടെ പേരൻസ് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ മീനുവിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ല, ആകെ സങ്കടത്തിലാണ്. അതെന്താ നേരത്തെ നിർത്തിയത്? എന്താ മീനു, എന്താ മുഖം വല്ലാണ്ടിരിക്കണത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അർജുൻ എന്ന് പറഞ്ഞു. എന്തോ ഉണ്ട്, നീ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, നീ പറയാ, എന്താണെങ്കിലും ധൈര്യമായിട്ട് പറയാം. അത് പിന്നെ ട്യൂഷന് വന്ന 3 കുട്ടികളെ അവരുടെ അമ്മമാർ വന്ന് കൂട്ടിക്കൊണ്ടു പോയി, ഇനി ഇങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടിരിക്കണത്. അതെന്താ അങ്ങനെ, എന്തു പറ്റി? ആ കുട്ടികളെ ഇനി അവർ ട്യൂഷന് വിടില്ല, ഉറപ്പായിട്ട് വിടില്ല അർജുൻ എന്ന് പറഞ്ഞു. കാര്യം എന്താ? മറ്റു കുട്ടികളെ മിക്കവാറും അമ്മമാരെ ട്യൂഷന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം മീനു? ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് വിട്ടുകളാ. പറയും മീനു, എന്താ പ്രശ്നം? ട്യൂഷന് വന്നൊരു കുട്ടിയെ കാഞ്ചനേച്ചിയും അമ്മയും ചേർന്നിട്ട് ഇത് കടയിൽ പറഞ്ഞു വിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിച്ചു, അതാണ് പ്രശ്നം. അതോ കൃത്യസമയം ആ കുട്ടി സാധനം വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് അവൻ്റെ അമ്മയും വന്നു. കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന 2 അമ്മമാരും ഈ സമയത്ത് തന്നെ എത്തി. അവരെല്ലാവരും എന്നെയും അഖിലയും ഒരുപാട് വഴക്ക് പറഞ്ഞു. വീട്ടിലെ അടിമപ്പണി ചെയ്യിക്കാനല്ല കുട്ടികളെ ട്യൂഷന് വിടുന്നത് എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിപ്പോയി അർജുൻ. കുട്ടികൾ ആരും ഇനി ട്യൂഷന് വരുമെന്ന് തോന്നുന്നില്ല. ഈ അമ്മയും ചേച്ചിയും കൊണ്ട് തോറ്റല്ലോ എൻ്റെ ദൈവമേ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കുട്ടികളും നാളെ ട്യൂഷന് വന്നിരിക്കും, നീ വിഷമിക്കണ്ട കേട്ടോ. കുട്ടികളും അമ്മമാരും ഒക്കെ സുഹൃത്തുക്കളല്ലേ, ഞാൻ അവരെ കണ്ട് സംസാരിച്ചോളാം, നീ വിഷമിക്കണ്ട. നാളെ എല്ലാ കുട്ടികളും ക്ലാസ്സിലെത്തും, അതുപോരെ എന്ന് ചോദിച്ചു. അപ്പം മീനുവിൻ്റെ മുഖം, വീട്ടിലായാലും സ്കൂളിലായാലും പ്രശ്നം തന്നെ അല്ലേ മീനു? മനസമാധാനത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റണില്ല അല്ലേ? അല്ല, സ്കൂളിലെന്താ പ്രശ്നം? ഞാനിന്ന് സ്കൂളിൽ വന്നപ്പോൾ രാഗിണി ടീച്ചറിനെ ഞാൻ കണ്ടിരുന്നു. സ്കൂളിൽ സത്യൻ എന്ന് പറയുന്ന ഒരു മാഷ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടല്ലേ? അപ്പം മീനു ഒന്ന് പേടിച്ചോ? ടീച്ചർ എന്നോട് പറഞ്ഞു, എല്ലാം പറഞ്ഞു. നീ 2-3 തവണ താക്കീത് നൽകി എന്നും പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ അവൻ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യം വന്നതാ. നേരെ സ്കൂളിലേക്ക് കയറി വന്ന് 2 എണ്ണം പൊട്ടിച്ചാലോ എന്നെനിക്ക് തോന്നിയതാ. പിന്നെ സ്കൂളല്ലേ, കുട്ടികൾക്ക് മുന്നേ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി മാത്രം ഞാനതങ്ങ് വിട്ടത്. പിന്നെ നീ ധൈര്യത്തോടെ സംസാരിച്ചല്ലോ, താക്കീത് നൽകിയല്ലോ, തൽക്കാലം അത് മതി എന്ന് പറഞ്ഞു. ഇനി അവൻ നിന്നെ ശല്യപ്പെടുത്തിയാൽ നീ എന്നോട് പറയണം, മനസ്സിലായോ? സ്കൂളിനെ പുറത്ത് വെച്ച് ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ തൊട്ട് നോക്ക്, മസിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്, തൊട്ട് നോക്ക്, കരിങ്കല്ല് പോലില്ല എൻ്റെ മസില്. മൺവെട്ടി പിടിക്കണ കയ്യാ, ഇടിച്ച് ഞാൻ അവനെ ചമ്മന്തിയാക്കും, ചമ്മന്തി. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഇനി അവൻ എന്നെ ശല്യപ്പെടുത്തില്ല. ആവശ്യത്തിനുള്ളതേ അത്രയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, അപ്പോൾ എനിക്ക് ജോലിയില്ല എന്ന് സാരം. കൊള്ളാം. അപ്പോൾ 2 പേരും ഭയങ്കര സന്തോഷത്തിൽ, മീനുവിനും ഭയങ്കര സന്തോഷമായി, ഇത്രയും കെയറിങ് അർജുൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ. അപ്പോൾ അഖില റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഗൗതം അവിടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഗൗതം എന്തോ ഭയങ്കര ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ അഖില ഭയങ്കര സന്തോഷത്തിലാണ് ആൾ വരുന്നത്. അപ്പോൾ കയറി വന്നു, കയ്യിലിരുന്ന വെള്ളം അവിടെ വെച്ചു ജഗ്ഗും. ഈ സമയത്ത് ജഗ്ഗ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതും കാല് തട്ടി ദേണ്ട് വന്ന് നമ്മുടെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് വീഴുകയാണ്. എന്നിട്ട് ഗൗതത്തിൻ്റെ കവിളിലൊരു ഉമ്മ അങ്ങ് കൊടുത്തു കേട്ടോ. ഛേ, നീ എന്ത് പണിയെ കാണിച്ചത് എന്ന് ചോദിച്ചു. അത് പിന്നെ വേഗത്തിൽ വന്നപ്പോൾ അറിയാതെ തടഞ്ഞു വീണതാ, അറിയാതെ. ഇപ്പം കവിളിൽ മുഖത്തൊക്കെ ഇങ്ങനെ തൂക്കുകയാണ്. കല്ലി വന്നിട്ട് പാടില്ല, അറിയാതെ. നീ കരുതി കൂട്ടിയല്ലേടി നീ എൻ്റെ കവിളിലും വെച്ചത്? അറിയാതെയാണ് ഞാൻ പറഞ്ഞില്ലേ. അല്ല, നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ. എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനത് ചെയ്തു? ശേ, കഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ടവലെടുത്ത് തൂത്താൽ അത് പോവില്ല എന്ന് അഖില പറഞ്ഞു. അപ്പോൾ ഉടനെ വെള്ളം എടുത്ത് കഴുകാൻ പോയി. അതെ, വെള്ളമെടുത്ത് കഴുകിയാലും അത് പോവില്ല, അതവിടെ പതിഞ്ഞിരിക്കുകയല്ലേ. എടി, നീ ചെയ്തത് വളരെ തെറ്റാ. മനസ്സിൽ സന്തോഷമുണ്ട്, തുള്ളിച്ചാടണമെന്നൊക്കെയുണ്ട്. എന്നിട്ടും എൻ്റെ മുന്നിൽ ഇഷ്ടപ്പെടാത്തതുപോലെ അഭിനയിക്കുക. പിന്നെ തുള്ളിച്ചാടമല്ല, മലക്കം പറയാൻ എനിക്ക് തോന്നുന്നത്. പറഞ്ഞേക്കാം അവളുടെ ഒരു ഉമ്മ. ഒന്ന് പോയടി. വേറെ ആർക്കെങ്കിലും ആ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പം മലക്കം മറിഞ്ഞേനെ. എന്നാ കൊണ്ട കൊടുക്കടി ആർക്കെങ്കിലും. എനിക്ക് വേണ്ട. എന്നാ കൊടുത്തേക്കാം. നീ പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നോ? കൊടുത്താൽ കൊല്ലും നിന്നെ ഞാൻ. എല്ലാം നീ തന്നെയല്ലേ ഗൗതമി പറയണത്? ശേ, ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ മാനം പോയി. മാനം പോവാനോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നീ എന്തിനാ എന്നെ കയറി പിടിച്ചത്? ഞാൻ വീഴാൻ പോയപ്പം അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതാ. നീ എൻ്റെ വില കരുതി കൂട്ടി വീണതാ, എനിക്കറിയാം. നീ എനിക്ക് ഉമ്മ തരാൻ വേണ്ടി തന്നെയാണ്. അതെ അതെ, ഞാൻ കരുതി കൂട്ടി വീണതാ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെയ്തതൊക്കെ. എന്താ ഇവിടെ സംഭവിക്കുക? നീ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങുമോ? എന്താ പറ. വേണ്ടി വന്നാൽ ഇനിയും തരും. എന്താ കാണണോ? നീ എന്നെ നാട് പിടിക്കരുത്, കഷ്ടം. എന്നിട്ട് ഗൗതം നേരെ പോയി കയറി കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും അഖിലയ്ക്ക് ചിരിയാണ് വന്നത്. അപ്പോൾ അഖില നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തിലാണ് ആളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.